ഈ PT പീരീഡ് കട്ട് ചെയ്തിട്ട് ടീച്ചേഴ്സ് അവരുടെ സബ്ജക്റ്റ് എടുക്കില്ലേ കുട്ടികൾക്ക്, അത് അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? ഇത്ര അരിശം വരുന്നൊരു കാര്യം വരില്ല. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇന്ന് ഇതൊക്കെ ഈ ടീച്ചേഴ്സൊക്കെ ഇല്ല, ലീവാണ് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ PT കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴായിരിക്കും മാത്സ് ടീച്ചർ അല്ലെ കെമിസ്ട്രി ടീച്ചർ അല്ലെ ഫിസിക്സ് ടീച്ചർ കയറി വരിക. ആ മഹാഭാവം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴുണ്ടോ? സത്യത്തിൽ PT സംഭവിക്കുന്നുണ്ടോ? PT ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ PT പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ PT സാറില്ലെങ്കിൽ PT സാർ ഇല്ലെങ്കിൽ സാറ് നമ്മൾ ക്ലാസ്സിന് പുറത്ത് വിടുകയാണല്ലോ ചെയ്യുക. ആ സമയത്ത് ഇംഗ്ലീഷിൻ്റെ മാത്സിൻ്റെ ടീച്ചേഴ്സ് വന്നിട്ട് ഹൈസ്കൂൾ ക്ലാസ്സിൽ പ്രത്യേകിച്ചും ബാക്കി അങ്ങോട്ട് തീർക്കാം, നമുക്ക് പോർഷൻ തീർക്കാം എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് PT സാറിന്റെ മാത്രമല്ല ബാക്കി ക്ലാസ്സുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം PT എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നുടനെ PT ക്ലാസ് വലിയ സംഭവമായിട്ട് തുടങ്ങും. ടീച്ചേഴ്സ് പുറത്തുണ്ട് PT ടീച്ചേഴ്സ് ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും, കൈപോക്കുക കാല് പോക്കുക, ഫിസിക്സ് എക്കണോമിക്സ് ഹിസ്റ്ററി തുടങ്ങിയതൊക്കെ ഇപ്പൊ അതല്ല സംഭവിക്കുന്നത്. ശരിക്കും കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ എന്താ പറയുക, ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ്റെ അപ്പുറത്ത് ഫിസിക്കലായും കൂടി ഫിറ്റായിരിക്കാൻ ഒരു ആവശ്യം ഭയങ്കരമാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള അവസരം കിട്ടുക. എത്ര സ്കൂളുകളിൽ കൃത്യമായി ഒരു പ്ലേ സ്പേസ് ഉണ്ട്? അല്ല, കരിക്കുലം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. പക്ഷെ അത് എത്രത്തോളം നടപ്പിലാക്കപ്പെടുന്നു? സിലബസ് തീർക്കണം എന്ന് സ്കൂൾ എത്തുമ്പോഴാണ് ഈ സാധനം കയ്യിൽ നിന്ന് പോകുന്നത്. കരിക്കുലത്തിൽ ഈ പ്രശ്നമൊന്നുമില്ല. അല്ല, അതാണ് നമ്മൾ പറയുമ്പോൾ എത്രത്തോളം അതിനുള്ളൊരു അതൊരു പ്രാക്ടിക്കൽ ആവാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്നൊരു സ്ഥിരം ചോദ്യമാണ്, സിലബസ് തീർക്കലാണോ വിദ്യാഭ്യാസം അതോ? ഈ കരിക്കുലം ഉണ്ടാക്കൽ തന്നെ ഒരുതരം പ്രഹസനമല്ലേ? അതായത് ഇത്രയും വേണം, ഈ പീരീഡ് വേണം, അത് വേണം എന്ന് പറഞ്ഞ് വെറുതെ തുടക്കത്തിലെ ഒരു രസം. സിസ്റ്റത്തിൽ നമ്മൾ ശീലിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളത് ഭാവിയിലേക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കുട്ടിയായിരിക്കുമ്പോൾ ഓടിച്ചാടി കളിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഈ കോൺക്രീറ്റ് കാടുകളുടെ അകത്തുള്ള കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനൊന്നുള്ള ഒരു അവസരങ്ങളൊന്നുമില്ല. ഇപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ഫുട്ബോൾ ഗ്രൗണ്ടെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഈ സ്കൂളിൽ കിട്ടുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമേ കുട്ടികൾക്കുള്ളൂ. അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അത് വേണ്ടതുമാണ്. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലറിൽ തന്നെ ഇപ്പം ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുകയും കുട്ടി കസേരയിൽ തന്നെ ഇരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം നമ്മളിവിടെ വരുന്ന മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയാൽ കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെ പലർക്കും നമ്മൾ വിചാരിക്കാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി അനങ്ങുന്നില്ല, ഒരു തരത്തിലും കുട്ടി അനങ്ങുന്നില്ല. അപ്പം സ്കൂളിൽ സിലബസിലുള്ളൊരു സാധനമാണ് PT പീരീഡ് എന്ന് പറയുന്നത്. അതുപോലും കട്ട് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ സിലബസ് തീർത്ത് അക്കാഡമിക്സിൽ കുറേ മാർക്ക് വാങ്ങാൻ നോക്കുമ്പോൾ കുട്ടിയുടെ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത്, അതും PT ഇറ്റ്സ് നോട്ട് അബൌട്ട് ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം കൊണ്ടുണ്ട്. നമ്മളൊരു ടീം പ്ലേ പഠിക്കുന്നത്, നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പഠിക്കുന്നത്, ഇതൊക്കെ അതിൽ നിന്നാണ്. കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് കൂട്ടുകാരുടെ കൂടെ ക്ലാസ്സിൽ നിന്ന് ഹോംവർക്ക് കിട്ടില്ല. ഈ PT ടീച്ചേഴ്സിന് എന്താ പണി? മാത്സ് ടീച്ചറിനും സയൻസ് ടീച്ചറിനും ഒക്കെ അവരുടെ ക്ലാസ് വിട്ടു കൊടുക്കലല്ലേ അവരുടെ പരിപാടി. അവരൊക്കെ ആ സമയത്ത് വെറുതെ കാര്യം അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. എല്ലായിടത്തും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ കുട്ടികളെ കോളേജിൽ സ്കൂൾ വരെയുള്ളൂ. അപ്പൊ സ്കൂളിൽ നമ്മളെ കൊണ്ടുപോയിട്ട് കൃത്യമായി നമ്മളെ കൊണ്ട് അസംബ്ലി ഒക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്യിക്കുന്ന PT ടീച്ചേഴ്സും ഉണ്ട്. എന്നാൽ PT പീരീഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടിട്ട് പോയി കളിച്ചോടാ എന്നും പറഞ്ഞിട്ട് കൈയും കിട്ടിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയണമെങ്കിലും ഒരു എക്സാമ്പിൾ ഇടുക, പഠിച്ച സമയത്ത് തോന്നിയിട്ടുള്ളത് ഈ PT പീരീഡ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മറ്റേ ടീച്ചേഴ്സിന് സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ലിബറലായിരുന്നു ഞങ്ങളുടെ PT സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സ്റ്റേറ്റ് സെൻട്രൽ ലെവലിലൊക്കെ വളരെ അഗ്മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സാറായിരുന്നു. അപ്പോൾ സാറ് ഈ സ്ഥിരം ആൾക്കാരുണ്ടല്ലോ ഗെയിമിലും അത്ലറ്റിക്സിലൊക്കെ ഉള്ളവർ, അതുകൊണ്ടും അതില്ലാത്തവർ ഒറ്റെണ്ണത്തിന് സാർ ക്ലാസ്സിലിരുത്തില്ലായിരുന്നു. സാറ് നിങ്ങൾ വെറുതെ ഓടിത്തൊട്ട് കളിക്കുക, അതാണ് സാറ് പറയാ. അങ്ങനെയുള്ളൊരു ടീച്ചർ ഞങ്ങൾക്ക് സ്കൂളിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞവരെയും മാഷ അവിടെ ഉണ്ട്. പക്ഷെ എൻ്റെയൊക്കെ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഈ ചെറിയ ക്ലാസ്സസ്, എൻ്റെതെന്നല്ല പൊതുവെ ജനറലൈസ് ചെയ്ത് ചെറിയ ക്ലാസ്, 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെയൊക്കെ ഈ PT പീരീഡ് ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഈ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ എന്നാലേ പറ്റുള്ളൂ, അടക്കി ഒതുക്കി ഒരു സ്ഥലത്തിരുത്താൻ. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ആ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞൊരു 6th സ്റ്റാൻഡേർഡ് തൊട്ട്
കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് മറ്റു ടീച്ചേഴ്സ് സിലബസ് എന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കേറി. ഈ ലാസ്റ്റ് അവർ PT പീരീഡ് ആണെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നറിയോ. വീട്ടിൽ പോയ ആദ്യം പുസ്തകം അടച്ചു വെച്ചിട്ടാണ് ലാസ്റ്റ് കളിക്കാൻ പോകുന്നത്. പിന്നെ ആ കളിയൊക്കെ കഴിഞ്ഞ് അപ്പൊ വലിയ കുറച്ച് നീട്ടി അടിച്ചാലും കുഴപ്പമില്ല. മറ്റൊരു സംശയം, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ അഡിക്ഷനും ഗെയിമിങ്ങും ഒക്കെ ഭയങ്കര കൂടുന്ന ഒരു ഡെക്കേഡാണല്ലോ കഴിഞ്ഞു, ഒരു ദശാബ്ദമാണല്ലോ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ അത്രയും ഒരു ആവേശം ഗ്രൗണ്ടിൽ പോയി കളിക്കാനും വെയിൽ കൊള്ളാനും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടോ? ഫുട്ബോളും ക്രിക്കറ്റിന്റെയും കാര്യത്തിൽ ഉണ്ട്. അതില് രണ്ടിലും കുട്ടികൾ പറയുന്നത് പണ്ടത്തെ പോലെ ജസ്റ്റ് എക്സസൈസ് മാത്രമല്ലല്ലോ. ഇന്ന് PT പീരീഡ് ഒരുപക്ഷെ അവർക്ക് കോകരിക്കുലർ ആക്ടിവിറ്റീസ് ക്ലാസ് ഇല്ല, പഠിക്കണ്ട കേൾക്കണ്ട എന്നുള്ളൊരു ആശ്വാസം അന്നത്തെ എപ്പോഴും ഉണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആൺകുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഫുട്ബോൾ കളിച്ചു, അത് കഴിഞ്ഞാലും പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ പോയി കളിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ടർഫിൽ പോയിട്ടോ അങ്ങനെയൊക്കെ. പക്ഷെ പെൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞു വരികയാണ്. വീടിനകത്തിരുന്ന് പഠിക്കുന്നതും ക്ലാസ് റൂമിനകത്തിരുന്ന് പഠിക്കുന്നതൊക്കെയാണ് ടീച്ചേഴ്സ് പോലും പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു കുട്ടി ഞാൻ കുറച്ച് നേരം പോയി വോളിബോൾ കളിച്ചോട്ടെ പറഞ്ഞാൽ നീ വോളിബോൾ സ്റ്റാർ ഒന്നും അല്ലല്ലോ, ഇതാണ് ചോദിക്കുക. അതായത് ഒരു സ്റ്റാർ ആക്കാൻ പറ്റുന്ന ആളെ ഇവർ ട്രെയിൻ ചെയ്ത് വിടും, അതല്ലാത്ത ആൾക്കാർ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഫിസിക്കൽ എക്സസൈസിന് വേണ്ടി ഞാൻ കുറച്ച് നേരം പോയി കളിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മഹാഭാവമാണ്. ആ കുട്ടി പിന്നെ അവള് ശരിയല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടീച്ചർമാരുണ്ട്. പ്രത്യേകിച്ചും ഈ സയൻസ് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർമാർക്കാണ് ആ സൂക്കേട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും കണ്ടിട്ടുണ്ട്, അതിൻ്റെ പേരിൽ വഴക്കിട്ടിട്ടുണ്ട്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾ ഒന്ന് ഓടിച്ചാടി നടക്കുക എന്നുള്ളത് അവരുടെ ശരീരത്തിനൊരു ആയാസം ഉണ്ടാകും. ഈവൻ PCOD വരെയുള്ള എത്രയോ ചെറിയ കുട്ടികളുണ്ട്, PCOD ഉള്ളവരുണ്ട്, ടീനേജിൽ തന്നെ PCOD ഒക്കെ വരുന്നവർ. ശാരീരികമായിട്ട് അവർ ഒരു മൂവ്മെൻറ്റും നടത്തുന്നില്ല. അപ്പം അതൊക്കെ പറയുമ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത്. ഈവൻ പേരൻസും സപ്പോർട്ട് ചെയ്യും കേട്ടോ. PT പീരീഡ് കട്ട് ചെയ്യുന്നതിൽ ചില ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു കാട് കടന്ന അനാലിസിസ് ഒക്കെ നടത്തും. ഇവർക്ക് മാർക്ക് പറയുന്നത് ഏത് നേരവും കളിച്ച് നടന്നിട്ടാണ്, ഏത് നേരവും ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് നടക്കുവാണ്. ഈ ടീച്ചർ രാവിലെ 2 ഗുളിക പ്രഷറിന്, ഷുഗറിന് 2 ഗുളിക, കൊളസ്ട്രോളിന് 2 ഗുളിക കഴിച്ചിട്ടാണ് വരുന്നത്. ഹെൽത്തി ലൈഫിനെ കുറിച്ച് ടീച്ചറുടെ അടുത്ത് പറയാനേ പറ്റില്ല. അപ്പൊ ടീച്ചർ ചോദിക്കുന്നത് എന്തിനാണ്? എന്നാലും ടീച്ചേഴ്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ വന്ന് PT പീരീഡ് എടുക്കുന്നത് വല്ലാത്ത കഷ്ടമാണ്. 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാൻ അതിനോട് 100% യോജിക്കുന്നു. കാരണം നമ്മുടെ ആ ഒരു എന്റർടൈൻമെന്റിനുള്ള ഒരു ടൈമാണ് ഇല്ലാതാവുന്നത്. കാരണം പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് സമയം റിലാക്സേഷൻ, ഇത്തിരി ആശ്വാസം. 1ാം പാനിപ്പറ്റും 2ാം പാനിപ്പറ്റും പഠിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് ആ നേരം ഓടി കളിക്കുന്നത്. ആ നേരം ഒരു ബാഡ്മിന്റൺ, ഷട്ടിൽ കളിക്കുന്നതായിരിക്കും. ഗേൾസ് പൊതുവെ അതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. ബാസ്കറ്റ് ബോൾ കോർട്ടുള്ളതാണെങ്കിൽ ബാസ്കറ്റ് ബോൾ, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക, അങ്ങനെ എന്തെങ്കിലും. ചെറുപ്പത്തിൽ സാറ്റ് കളിക്കല്, ഓടിക്കളിക്കല്, തൊട്ട് കളിക്കല്, എന്തൊക്കെ കളി അത് ചെറിയ ക്ലാസ്സിൽ. അല്ല ഞാൻ പറഞ്ഞു നമ്മളൊരു 1ാം ക്ലാസ് പോലെ തുടങ്ങുന്നതാണ്. അതൊക്കെ ഇപ്പോഴും ഓർമ്മയിലുള്ള. ഈ PT പീരീഡിന്റെ വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ PT പീരീഡ് എന്ന് പറയുന്ന നേരം ആ ഒരു കുറച്ചൊരു വലുതായി കഴിയുമ്പോൾ, ഒരു 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 7th പ്രണയം പുഷ്പിക്കുന്ന ആ ഒരു റൊമാൻസ്, ലവ് ലെറ്റർ കൊടുക്കാനും പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ മേ ബി ഫോണുള്ള പിള്ളേരുണ്ടോ, സ്കൂളിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നൊക്കെ പറയാനും മിണ്ടിയും പറഞ്ഞിരിക്കാനും. അല്ല ഇന്ന് പിന്നെ LKG തുടങ്ങും, റിലേഷൻഷിപ്പ് ക്ലാസ്സിൽ തുടങ്ങും, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സിസ്റ്റം. എന്നാലും കുറച്ചുകൂടെ വലുതാകുമ്പോഴാണ് അവർക്കതൊരു എന്റർടൈൻമെന്റ് ആകുന്നത്. അപ്പൊ ആ ഒരു സമയം PT പീരീഡ് അവർ അങ്ങനെയുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്ത് അതൊക്കെ ഒരു നാച്ചുറൽ വളർച്ച നല്ലതാണ്. അത് വേണം. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പറ്റുന്ന ഒരു പീരീഡ് PT പീരീഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുട്ടികളിലെ കമ്മിതാക്കളിലെ ഇഷ്ടപ്പെടുന്നു. ചെറിയ കുട്ടികളിലെ അതുകൊണ്ട് ഞാൻ ചെറിയ പ്രായത്തിലെ കുട്ടികളെ തമ്മിൽ വേർപിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ തമ്മിൽ പ്രണയിക്കുന്നെങ്കിൽ അവർ PT പീരീഡിൽ പ്രണയിക്കട്ടെ. ഇപ്പൊ റോബോട്ടിക്സിന് ക്ലാസ് ചെയ്യുന്നുണ്ടാ പ്രണയിക്കുന്നത്? റോബോട്ടിക്സ് അതെന്താ അതറിയില്ല. ഇപ്പോൾ സ്കൂളുകളിൽ എല്ലാ എക്സ്ട്രാ കരിക്കുലർ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ഉണ്ടായിരുന്നു, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ സംഭവമായിരുന്നു. ഇപ്പോൾ റോബോട്ടിക്സ്, ആസ്ട്രോ സയൻസ്, ഇങ്ങനത്തെ സാധനങ്ങൾ, AI ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്പോർട്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ AA സെലക്ട് ചെയ്യാം. പേരൻസും സപ്പോർട്ട് ചെയ്യുന്ന AA സെലക്ട് ചെയ്യാനായിരിക്കും. ഈ കുട്ടിയെ കസേരയിൽ തന്നെ ഇരുന്ന് ഒബീസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് ആയിട്ടോ ഒക്കെ ആയിട്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഡോക്ടർ പറയും കുട്ടിയെടുത്ത് ഒന്ന് ഓടാനും ചാടാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മളിങ്ങനെ പഴിപ്പിച്ചങ്ങ് ചെയ്യിപ്പിക്കുന്ന പോലെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടിയൊരു ചാൻസ് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. കുട്ടികളെ ശരിക്കും ശാരീരികമായും മാനസികമായിട്ടും ആടി ഓടി ജീവിക്കാൻ സമ്മതിക്കണം എന്നാണ്.